ഗോഡ്. യേശുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പേടിയുണ്ടോ? അല്ലെങ്കിൽ വല്ല കാര്യങ്ങളും നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ടോ? നമ്മൾക്ക് എല്ലാവരുടെയും നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളൊരു അവസ്ഥയാണ് ഭയം. ഭയം നമ്മളെ എല്ലാവരെയും ഇടക്കിടക്ക് കീഴടക്കാറുണ്ട്, അല്ലേ? അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വചനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. വചനം ഇങ്ങനെയാണ്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം 10 തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. ഈ വചനം ദൈവം നമുക്ക് നൽകിയത് എത്ര സ്നേഹത്തോടുകൂടിയാണ്. ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. ഈ ബൈബിളിലും 365 പ്രാവശ്യം ഈ വചനം പറയുന്നുണ്ട്. അതായത് ഈ 365 ദിവസവും ഈ വചനം നമ്മെ താങ്ങി നിർത്തുന്നു. ദൈവത്തിന് നന്ദി പറയാം. നമ്മളുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം നമ്മളെ എല്ലാവർക്കും പേടിയാണ്, ഭയമാണ്. 99.9% ആളുകളും ഭയമില്ലാതെ അല്ല ജീവിക്കുന്നത്, ഭയത്തോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത്. ഒരു 1% ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്താ പറയുന്ന ഭയമില്ല എന്ന് പറയാനായിട്ട്. എന്നാലും ഉണ്ടാവും ഭയം എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അപ്പം ഈ ഭയത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നമ്മൾ ഈ ഒരു വചനം നമുക്ക് ധ്യാനിച്ചാലും നന്നായിരിക്കും. ദൈവത്തിൻ്റെ ഈ വലിയൊരു സ്നേഹം ആണ് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ ആരെങ്കിലും നമ്മളിങ്ങനെ വിഷമിച്ചോ സങ്കടപ്പെട്ടോ പേടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് വന്നിട്ടൊന്ന് പേടിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവും എന്ന് പറയുമ്പം നമുക്കുണ്ടാവുന്ന ഒരു ആശ്വാസം, അല്ലേ? ആ ആശ്വാസം പോലെ തന്നെ അതിനേക്കാളും ഉപരിയെന്നേ പറയാനുള്ളൂ ദൈവത്തിൻ്റെ ഈ വചനം നമ്മെ സഹായിക്കുന്നത്. പിന്നെ ഈ വചനത്തിൽ നമുക്കൊന്ന് ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ ഈ വചനം എന്നെ ശക്തിപ്പെടുത്തണമേ, എനിക്ക് ധൈര്യം നൽകണമേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും ഉത്തരമായിട്ട് വരണമേ. ചില സമയങ്ങളിൽ നമ്മൾ തീരെ അങ്ങ് ഡൗണായി പോകുമ്പം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കാണ്: ഭയപ്പെടേണ്ട, പേടിക്കേണ്ട, ഞാൻ നിന്നെ പിടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.